നേരം 10-11 മണിയേക്കണ്. എന്താടാ ഉറങ്ങാതെ പിന്നാലെ വരുന്നത്? ഉമ്മ, എനിക്കൊരു കാര്യം പറയാണ്ട്. കാര്യോ? എന്ത് കാര്യം? ഇവിടെ ഇരിക്ക്. എന്നാ കാര്യം എന്താ വെച്ചാ പറ. ഉമ്മ പറയടാ, എന്തെങ്ങനെ ആലോചിച്ചിരിക്കണ്? അല്ലാ പഠിച്ചോനെ, ഉമ്മ ഉറങ്ങിക്കോളൂ, ഒരുപാട് ലേറ്റ് ആയില്ലേ. പൊന്നാര കുട്ടിക്കാരെന്താ വെച്ചാൽ പറഞ്ഞിട്ട് ഞാൻ പോകണുള്ളൂ. കാര്യം പറഞ്ഞാൽ ഉമ്മ പിണങ്ങോ? ഞാൻ പിണങ്ങ എന്തിനു കുട്ടിയെ? എന്തേ ഇജ് ദുബായിക്ക് എങ്ങാനും പോകണ്ടോ? കാര്യം പറഞ്ഞോ. അതോ നുസൈബാനെ ഇനി അവിടെ ഹോസ്റ്റലിൽ കൊണ്ടാക്കണോ? കുട്ടിനെയും ഓളെയും കൂടി അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്ത് വേണമെങ്കിലും പറഞ്ഞോ. നിങ്ങൾക്കൊക്കെ പറയാം. നിങ്ങൾക്കൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കുട്ടിയെ. എന്തും പറഞ്ഞോ. എൻ്റെ ഉമ്മ എവിടെ? മിസ്സിരി ഓളതാടാ എൻ്റെ റൂമിൽ. പാവ ആ കുട്ടി എന്നെ കാത്തിരിക്കണ്ടാവും. കുറേ നേരം ഉമ്മക്ക് എടുക്കല്ലേ. ഞാൻ പിന്നെ ഓരോന്ന് അങ്ങനെ കുറച്ച് നേരം റജിനാനോടൊക്കെ ഫോൺ ചെയ്ത് വിളിച്ച് എൻ്റെ പൊന്നാര പടപ്പെ എന്നോട് പറയാൻ എന്തോരൊരു അത് കേൾക്കുമ്പോൾ ഒരു ഇടങ്ങാറാണ്. എന്തി ഉമ്മ? ഒന്നുമില്ല. അവിടുത്തെ ഒച്ചപ്പാടും ബഹളും എന്താണല്ലോ. എവിടുത്തെ? അത് സൗദൻ്റെ പെരീത്തെ 2-3 പെണ്ണുങ്ങൾ മാത്രമുള്ള പോലെ പെരിയുള്ളൊരു നിയന്ത്രിക്കാൻ ഒരു ആണില്ലല്ലോ. എൻ്റെ ഉമ്മ അതിനെക്കുറിച്ചൊന്നും എൻ്റെ ഉപ്പ ചിന്തിക്കണ്ട. അവരവരുടെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ. ഉമ്മ അതിൽ ഇടപെടാൻ നിന്നാൽ ഉമ്മാനും കൂടെ അവർ ചീത്ത പറയും. എൻ്റെ പൊന്നാര കുട്ടിയെ എന്നോട് പറയാൻ എന്താന്ന് വെച്ചാൽ അവിടെ പെരും ഒച്ചപ്പാടും ബഹളുമാണ്. ആ സൗദ ഒറ്റയാണെന്നാ പറയണ കേൾക്കണ. ഉമ്മയും അവളെ അഞ്ചത്തിണ്ടല്ലോ അസീന, ഓലും ഒന്നാണ് എന്നൊക്കെയാണ്. മറ്റീറ്റങ്ങൾ ചെറിയറ്റങ്ങൾ അവിടെ ഇല്ലല്ലോ. ചെറിയറ്റങ്ങൾ ഓളപ്പാൻ്റെ അടുത്താണല്ലോ. ഉമ്മ അതാണോ? ആ ഈ ഇറ്റങ്ങൾ നോക്കൂലല്ലോ. ഒരു കഥയല്ലോ ഓലെ ജീവിതമൊക്കെ. ഏതായാലും പടച്ച റബ്ബ് കാക്കട്ടെ റഹ്മാനേ. ഏതായാലും വല്ലാത്തൊരു പുതുമ. എന്താണ് സൗദത്തെ പൊന്നാര കുട്ടിയെ ഓളെ അവിടെ ഒറ്റപ്പെടുത്തണം, മറ്റോല് രണ്ടും കൂടി ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ട്. എൻ്റെ ഉമ്മ ശരിക്കും പോയി നോക്കേണ്ടി വരും. നവാസ്ഖാൻ്റെ വൈഫായ സ്ഥിതിക്ക് ഓളെ പോയി നോക്കണം, കൂട്ടിക്കൊണ്ടുവരികയൊക്കെ ചെയ്യണം. പക്ഷെ ഉമ്മ എന്നെക്കൊണ്ട് അതിന് കഴിയും തോന്നില്ല. അതെന്താടാ ഈ അങ്ങനെ പറയണത്? എന്നെക്കൊണ്ടെന്താ പറ്റായി? ഒന്നുമില്ല. അത് വേണ്ട, അതൊക്കെ വേണ്ട. പല ചിന്താഗതിയാണ് അവർക്ക് വരുന്നത് ചില സമയത്തൊക്കെ. പഴയ ആളുകളേ അല്ല. പഴയ സൗദത്താന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു എല്ലാം കൊണ്ടും. നവാസ്കാക്കും നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആകപ്പാടൊക്കെ ഒരു കഥയിക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ സ്ഥിതിഗതികളൊക്കെ അങ്ങനെയല്ലേ. എൻ്റെ പൊന്നാര കുട്ടിയെ ഏതായാലും സൗദനെ ഒറ്റപ്പെടുത്തുന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വിഷമം ഉണ്ടിട്ട. അല്ലെങ്കിൽ എന്ത് കരുതിയിട്ട് ഓൾ അങ്ങോട്ട് പോയവൾക്ക് ഇങ്ങോട്ട് പോന്നാൽ പോരേനോ. അമ്മട്ടും ഓളിതായിട്ടും ഓളെ ഞാൻ കയറ്റിയതാണ്. ഇനിയും ഐഷുമ്മ കയറ്റും. ഐഷുമ്മക്ക് ഒരു മടിയില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിലെ. എന്താ ഉമ്മ നിങ്ങളെ അഭിപ്രായത്തിൽ സൗദനെ കൊണ്ടുവരണോ? സൗദനെ കൊണ്ടുവരണയൊന്നും കുഴപ്പമില്ല. നല്ല മട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും എനിക്ക് വേണം. കാരണം എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. എന്തൊക്കെ തന്നെ വല്ലാത്തൊരു പുതുമ ഒക്കെ റാഹത്തായിക്കാണ്ട് അങ്ങോട്ട് റെഡിയായി കിട്ടിയാൽ മതി. റബ്ബേ, എൻ്റെ നവാസ് വരാനാകുമ്പോഴത്തേന് ഓളം കണ്ട് തെറ്റ് മതിയാക്കി കൊണ്ടുവരണം. എന്നാൽ പിന്നെ ഫസീൽ അവിടെ ഇവിടെ ആണെങ്കിലേ പിന്നെയെന്ന് വെച്ചാൽ തീരെ അങ്ങോട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ ഞാൻ പറ്റൂലല്ലോ. കാരണം ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ തൊലാക്ക് വലിയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ എന്തായാലും സൗദനെ കൂട്ടിക്കൊണ്ടുവരണം. എൻ്റെ ഉമ്മങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താടാ? കാര്യമൊക്കെ ഓക്കെയാണ്. പക്ഷേ ഷമ്മാസിനെ എനിക്ക് കിട്ടൂല കേട്ടോ. ഉമ്മ സത്യമായിട്ടും പല രീതിയിൽ ആളുകൾ കണ്ടാൽ തെറ്റിദ്ധരിക്കും. ആ രീതിയിലായിരുന്നു ഇത്ത എന്നോടുള്ള പെരുമാറ്റം. ഞാൻ കൂടെ വേണം, ഞാൻ പിടിക്കണം, ഞാൻ വലിക്കണം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല ഉമ്മ അങ്ങനത്തെ വിഷയത്തിന്. എന്താടാ ഈ പറയണത്? ഒന്നുമല്ല, അങ്ങനെ ആയിരുന്നു. അവരുടെ ആ സമയത്തെ മാനസികമായ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും ഒരു പക്ഷേ. എന്നാലുണ്ടോ ഇങ്ങനൊരു കാട്ടിക്കൂട്ടൽ? മോനെ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ഉമ്മ. കഴിഞ്ഞു പോയാലും ഇല്ലെങ്കിലും എനിക്ക് സൗദത്തെ ഇപ്പോൾ കാണുന്നൊരു ഇടങ്ങാറാണ്. എനിക്ക് കഴിയൂല സത്യമായിട്ടും. ഞാൻ ഉറങ്ങാൻ പോയടുത്ത് ഇതിനെ പിടിച്ച് വലിച്ച് ഇവിടെ ഇരുത്തി അല്ലേ. എല്ലാവരും നല്ല ഉറക്കപ്പെട്ടേക്കണ. നേരം 11 മണിയും കഴിഞ്ഞേക്കണ്. മോനെ ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാനുണ്ട്? ഉമ്മക്ക് ഒന്നും കണ്ട് കണ്ണിൻ്റെ പോളം കണ്ട് ബുഗാണ്. ഞാനൊന്നും ഇവിടെ കിടന്നുണ്ട്, ഒന്ന് കണ്ണുപ്പിക്കാട്ടെ. ഉമ്മ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല. എന്തേടാ ഉമ്മ? എന്നാൽ അപ്പോഴേക്കും അതാ ഉമ്മ പറഞ്ഞു, പിന്നെ നുസി ജോലിക്ക് പോയാലും പേടിച്ചൊന്നുമില്ല, ഇവിടെ മിസ്സിരി ഉണ്ട്. എൻ്റെ ഉമ്മ, മിസ്സിരി നമുക്ക് എന്നും കിട്ടുമോ? മിസ്സിരിയൊക്കെ ഉണ്ടാവില്ലേ അവൾക്കൊരു ജീവിതവും കാര്യങ്ങളൊക്കെ. അത് ശരി. അതിപ്പോൾ തന്നെ നമ്മളതിന് കൂട്ടാക്കൂല. അത് കുറച്ച് കഴിയട്ടെ. അല്ലുമ്മ,
അവൾക്ക് വിവാഹാലോചന വരുന്നുണ്ട്. ശരിക്കും ഐഷുമ്മ ഞെട്ടി. എന്താണ് ഈ പറയണത്? വിവാഹാലോചന ഓൾക്കോ? അതെ ഉമ്മ, അവൾക്കും വേണ്ടേ ഒരു ജീവിതവും കാര്യങ്ങളൊക്കെ. അതൊക്കെ ശരി തന്നെയാണ്. നല്ല ഹയറായ ജീവിതം കിട്ടും വേണം. എന്നാലും ഇപ്പോൾ എങ്ങനത്തെങ്കിലൊക്കെ ഒന്ന് കെട്ടിച്ചെടുക്കാൻ പറ്റുമോ? നമ്മളെ മോള് കൂടിയല്ലേ അവള്. എൻ്റെ ഉമ്മ എങ്ങനത്തെയോ ഒന്നല്ല, വലിയ കോടീശ്വരൻ തന്നെയാണ്. ശരിക്കും ഐഷുമ്മ അത് കേട്ടപ്പോൾ ഞെട്ടി. മോനെ എടാ. എന്തി ഉമ്മ? ഒന്നുമല്ലടാ, എനിക്കൊരു കാര്യം ഉണ്ടേന് പറയാൻ. അല്ല സത്യം പറയും, ഓളായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിക്കണോ? കാണാൻ വരലൊക്കെ? എൻ്റെ ഉമ്മ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും വിവാഹമാണ്. പിന്നെ അത് മാത്രമല്ല, അവരുടെ കോളേജിൽ തന്നെ പാർട്ട്ണറാണ്. മാത്രമല്ല അവിടുത്തെ പ്രിൻസിപ്പളുമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എൻജിനീയറോ കാര്യങ്ങൾ എന്തൊക്കെയോ ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് അവിടെ ഓഫീസിൽ തന്നെ ഇരുന്നാൽ തന്നെ മതി. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വിവാഹം ചിലപ്പം പെട്ടെന്ന് നടത്തേണ്ടൊക്കെ വരും. വലിയ കോടീശ്വരന്മാരാണ്. എന്നാൽ ഐഷും അത് കേട്ട് ഞെട്ടി. മോനെ എടാ, ആരതൊക്കെ പറഞ്ഞത്? അത് അവളെ ആങ്ങളെ പറഞ്ഞില്ലേ. പിന്നെ എന്നോട് ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ വിളിച്ചിരുന്നു. പഠിച്ചോനെ, വല്ലാത്തൊരു. ഐഷുമ്മയുടെ മുഖം വല്ലാതെയായി. എന്തുമ്മ, ഓളെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞിട്ട് എന്താ ഉമ്മ അങ്ങനെ പറയുന്നത്? എന്താ വിഷമിച്ചത്? ഒന്നുമല്ലടാ, കുട്ടി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കൂടി കല്യാണമൊക്കെ നോക്കിയാൽ പോരേനോ? എന്തിനാ അപ്പോൾ ധൃതി പിടിച്ച്? എൻ്റെ ഉമ്മ, നല്ലത് വരുമ്പോൾ നമ്മൾ നല്ല രീതിയിലാണ് കൊടുക്കുന്നത് നല്ലത്. അല്ലാതെ കുറെ വെച്ചുകൊണ്ട് നിന്നിട്ട് എന്താ? പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ജോലിക്ക് പോവുകയും ചെയ്തോളും. അതിനിപ്പോൾ എന്താ? ഉമ്മ പറയുന്നതൊക്കെ ശരി തന്നെ ആയിരിക്കാം. പക്ഷേ എനിക്കറിയാം മോൻ്റെ മാനസികാവസ്ഥ എന്താ, എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ മോനെ ആ കാര്യം ഒന്ന് പറയട്ടോ. എന്താന്ന് വെച്ചാലേ ഓളെ ആങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മോനെ ഒന്ന് പറഞ്ഞാളാ. അല്ല മിസ്സിരി ഇതറിയോ? മിസ്സിരിയോട് ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്തോള് പറഞ്ഞത്? പഠിച്ചോനെ, വല്ലാത്തൊരു സങ്കടമായി പോയിട്ടോ. എന്താ ഉമ്മാക്ക് ഇത്ര ടെൻഷൻ? ഉമ്മ എന്താ ടെൻഷൻ? ഉമ്മ പറയൂ. മോനെ എടാ, അത് ബുഷിനെ നമ്മുടെ ഫസീലാൻ്റെ ആങ്ങളെ കൊണ്ട് കെട്ടിക്കണം എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നാരുമ്മ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എൻ്റെ പൊന്നാര മോനെ, അത് ഈ വാഫിസ്ഥാനോടൊന്ന് പറയും ഈ ഒരു കാര്യം. എൻ്റെ മനസ്സൊക്കെ നല്ല തൃപ്തിയുള്ളൊരു കാര്യമാണെടാ. ആ കുട്ടിക്കൊന്നും തന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിക്കണം തോന്നുന്നുണ്ട് കേട്ടോ. ഉമ്മ അതിപ്പോൾ ഞാനെങ്ങനെ പറയാ? മോനെ ഈ പറയും, ഈ വാഫിസ്ഥാനോട് പറയും ഇങ്ങനൊരു ഇതുണ്ട് എന്നുള്ളത്. എന്നാൽ ഈ സമയം അതാ വാഫിസ്ഥാദിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു ആ ഒരു പ്രിൻസിപ്പൾ. ഹലോ, വാഫിസ്ഥാദ്, എന്താ ഈ കാര്യങ്ങളൊക്കെ? ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇതുവരെ റീപ്ലേയും കാര്യങ്ങളൊന്നും കിട്ടിയില്ലല്ലോ. എന്താ ഈ കാര്യങ്ങളൊക്കെ? അത് ഞാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാ. എങ്ങനെയൊക്കെ എടാ, എന്തായാലും വേണ്ടില്ല നിനക്ക്. അവൾക്ക് 10 പവൻ ഞാൻ മഹർ കൊടുക്കും. 10 പവന് മഹർ കൊടുത്തിട്ട് ഓളെ ഞാൻ സ്വന്തമാക്കും ഇൻഷാ അല്ലാ. അതാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹം. എന്തേ പറ്റൂലേ? എന്നാൽ വാഫി ഉസ്താദ് വിചാരിച്ചു 10 അല്ല 20 ആയാലും അവളുടെ മനസ്സും കൂടി അറിയണ്ടേ എന്നുള്ള രീതി. എന്താ വാഫി ഉസ്താദ് ഒന്നും മിണ്ടാത്തത്? പിന്നെ നമ്മുടെ ആ വലിയ വരുമാനമുള്ള ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ പകുതി വരുമാനം അത് എനിക്ക് തന്നെ കിട്ടും. ഞാനാണ് എൻ്റെ പാർട്ട്ണർ. പിന്നെ അവൾക്ക് ഏത് ജോബാണ് അവൾക്ക് ഇഷ്ടം അത് അവൾക്ക് എടുക്കുകയും ചെയ്യാം. അതല്ല അവിടെ ഒരു മാനേജർ പോസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കുകയും ചെയ്യാം. പിന്നെ അവൾ എൻ്റേതായി കഴിഞ്ഞാൽ അവൾക്കുള്ളതല്ലേ ഇതൊക്കെ. ശരിക്കും വാഫി ഉസ്താദിൻ്റെ മനസ്സിലേക്ക് അതെ സന്തോഷത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ പറയുമ്പോഴേ അദ്ദേഹത്തിൻ്റെ മനസ്സും അല്ലാതെ അങ്ങ് സന്തോഷിച്ചു. അത് ശരിയാണ്. പിന്നെ വാഫി ഉസ്താദേ, എൻ്റെ കൈ കിട്ടിയാലേ അവളെ കാര്യത്തിൽ ഒട്ടും പേടിക്കണ്ട. അവൾക്ക് വേണ്ടതെന്തും ഞാൻ ചെയ്തു കൊടുക്കും കേട്ടോ. എന്തായാലും അവൾ ഒരിക്കലും കഷ്ടപ്പെടില്ല, അതെനിക്കറിയാം. ഞാൻ പെങ്ങളോടൊന്നും കൂടി വിശദമായി ചോദിച്ചിട്ട് പറയാം. എന്തിനാ പെങ്ങളോട് ചോദിക്കേണ്ട കാര്യം? പഴയ കാലത്തൊക്കെ ബാപ്പമാരായിരുന്നു പെണ്ണുങ്ങളെ കണ്ടിരുന്നത് മക്കൾക്കുള്ള. വിവാഹത്തിന് അന്ന് പോലും അവർ കാണൂല. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവർ മുഖത്തോടെ തന്നെ മുഖം നോക്കുള്ളൂ. കാരണം അന്ന് പലരുടെയും കല്യാണം രാത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നൊക്കെ ബാപ്പാർക്ക് സമ്മതം ഉണ്ടെങ്കിൽ അപ്പോൾ ഇതല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ഒരേ ഒരു പെങ്ങളാണ്, എല്ലാം കൊണ്ടും വലിയ ഇഷ്ടമാണ് സ്നേഹവുമാണ്, ഒക്കെ നല്ല സുന്ദരിയാണ്. പക്ഷേ ഇക്കാക്ക പറഞ്ഞത് എന്താ, ഓള് കേൾക്കൂലേ? ഓൾക്കെന്താ ഇത്രയൊരു മടി? അങ്ങനെയുണ്ടോ?
അങ്ങനെയൊന്നുമില്ല, എൻ്റെ കുട്ടി പാവാണ്. അവള് ഉമ്മയുടെ ഉപ്പയുടെ സ്നേഹം കിട്ടാതെ വളർന്നതാണ്. അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും എല്ലാ സ്നേഹവും ഞാൻ തന്നെയാണ് ഒരുമിച്ച് കൊടുക്കാറുള്ളത്. ഇൻഷാ അല്ലാ, എന്തൊക്കെ തന്നെയാലും നമുക്ക് നോക്കാം. എന്നാൽ ഈ സമയം നമ്മുടെ പുത്തൻ വീട് തറവാട്ടിൽ ഐഷുമ്മക്ക് വല്ലാത്തൊരു വിഷമായി. ഇതാണ് ഉമ്മ പറയാനുള്ളത്. എന്നാൽ മോൻ പോയി കിടക്കട്ടെ, റബ്ബേ, നല്ലൊരു സമാധാനമായിരുന്നു. ഇപ്പോൾ കുറച്ചൊരിത് തുടങ്ങുന്നുണ്ട്. ഐഷുമ്മ അതാ റൂമിലേക്ക് കിടന്നു. പതുക്കെ വാതിലടച്ചു. പാവം മിസ്സിരി അവൾ ആ താഴത്ത് കിടക്കുകയാണ്. ഏതായാലും AC ഉണ്ടായതുകൊണ്ട് നന്നായി. മറ്റൊരു ചൂടുകൊണ്ട് ഇപ്പോൾ എന്തേക്കാരം കാട്ടല്, റബ്ബേ. എന്നാലും കുറേ നേരം പറ്റൂലെന്ന് തോന്നുന്നു. പാവം അത് കട്ടിൻ്റെ ചോട്ട് കിടന്നിക്കണ്. അല്ലാ. എന്നാൽ ഉമ്മ അങ്ങോട്ട് വന്നപ്പോഴേക്കും മിസ്സിരി എഴുന്നേറ്റു. അവളുടെ ആ ഒരു വളർന്ന ഒരുപാട് വലിപ്പമുള്ള ആ ഒരു മുടിയൊന്ന് കോതി വാർന്ന് കെട്ടി വെച്ചു. ഉമ്മ എന്ത് ലേറ്റായത്? അല്ല കിടന്നോളൂ ഉമ്മ, മെഡിസിനെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണോ? മോളെ കിടക്കട്ടെ. അല്ല പഠിച്ചോനെ, റബ്ബേ നീ കാക്ക്. ഉമ്മ വേഗം ഉറങ്ങണം കേട്ടോ. മറ്റേതെന്താന്നോ, ഷുഗറും പ്രഷറൊക്കെ ഉണ്ടാകുമ്പോഴേ ലേറ്റായി കിടന്നാൽ പെട്ടെന്ന്. മോളെ അതൊക്കെ ശരി, ഇന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞു നിന്നു, അതാണ് ഇപ്പം അങ്ങനെ ആയത്. അങ്ങനെ അതാ ഐഷും അവളോട് ചോദിക്കുന്നു, മോളെ, പൊന്നു മോളെ. എന്തു ഉമ്മ? മോളോട് മോളുടെ ഇക്കാക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നോ? ഉമ്മ അത് അവൾ വിങ്ങിക്കളിച്ചു. അവൾ അത് വ്യക്തമായി ഒന്നും പറഞ്ഞില്ല. പറ മോളെ, ഉണ്ടെങ്കിൽ നീ പറ. അതേ പറഞ്ഞിരുന്നു. പക്ഷേ എന്ത് പക്ഷേ? അല്ല മോളെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുമായിരുന്നല്ലോ. നേരിട്ട് എന്നോട് തന്നെ പറഞ്ഞാൽ ഇവിടെ ഉള്ള സമയത്ത് തന്നെ ഞാൻ തന്നെ പറഞ്ഞിരുന്നല്ലോ മോളെ. ഇതിപ്പോൾ പോയിൻ്റെ ശേഷമാണ് ഞാൻ ശരിക്കും അറിഞ്ഞത്. ഞാൻ തന്നെ വാഫി ഉസ്താദിനോട് പറഞ്ഞിരുന്നല്ലോ. ഉമ്മ അത്. എന്നാൽ അത് കേട്ട് ബുഷി, സോറി, നമ്മുടെ മിസ്രി കരഞ്ഞു. ഉമ്മ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ശരിയാണ്, കോടീശ്വരനായിരിക്കാം, എല്ലായിരിക്കാം, 10 മഹറായിരിക്കാം ഒക്കെ. പക്ഷെ ഉമ്മ, ഞാൻ വിചാരിക്കുന്നേ ഇല്ല. സത്യമായിട്ടും പഠിക്കാൻ പോകണമെങ്കിൽ പോകാം, പക്ഷെ ഞാൻ പഠിപ്പിക്കാൻ പോകണമെങ്കിലും പോകാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. മോളിത് നിൻ്റെ ഇക്കാക്കയോട് പറയാൻ കേട്ടോ. മോളുടെ ഇഷ്ടത്തിനാണ് വിട്ടുതന്നിരിക്കുക. ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. മോൾക്ക് ചില സമയത്ത് ചില ആളുകൾക്ക് ഇഷ്ടം നല്ല തടിയുള്ളവരായിരിക്കും, തടി ഇല്ലാത്തവരായിരിക്കും, ചിലർക്ക് നല്ല പണ്ഡിതന്മാരായിരിക്കും, ഫ്രീക്കന്മാരായിരിക്കും. അങ്ങനെയൊക്കെ മോൾക്ക് മോളുടെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്യാട്ടോ. മോൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഉമ്മ സത്യമായിട്ടും ഉമ്മ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഇക്കാക്കത് പറഞ്ഞപ്പോഴേ അവർ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീപ്ലൈ കിട്ടണം, അതിനനുസരിച്ച് ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കതിനൊന്നും താല്പര്യമില്ല ഉമ്മ, സത്യമായിട്ടും. അവൾ ഉമ്മയുടെ കൈ പിടിച്ച് വിതുമ്പി കരഞ്ഞു. ആയിക്കോട്ടെ മോളെ, ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും കാട്ടാലോ. പണ്ടത്തെ കാലത്തൊന്നും ഇപ്പോൾ ഇങ്ങനൊന്നും ഇല്ലേനല്ല. അന്നൊക്കെ ഒരു കഥയാണ്, അതുപോലെ ഒന്നും ആക്കണ്ടേ. ഏതായാലും മോൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതിന് നിന്നാൽ മതി. ഒരാളെ നിർബന്ധത്തിനും മോള് വഴങ്ങണ്ട, മനസ്സിലായില്ലേ? മോൾക്ക് ഇഷ്ടത്തിന് എൻ്റെ ഇക്കാക്കാനും വിഷമിപ്പിക്കും വേണ്ട, കാര്യങ്ങൾ പറയും ചെയ്യാം. എന്നാൽ ഐഷുമ്മയുടെ ആഗ്രഹം നമ്മുടെ ഫസീലയുടെ ആങ്ങളെ കൊണ്ട് കെട്ടിക്കണം. അതാണ്, അവർ തമ്മിലാണ് മാച്ച്. അവർ തമ്മിൽ ഒരേ മുഖം പോലെ ഉണ്ടാവും, പ്രത്യേക ഒരു ഭംഗിയാണ് അവർ തമ്മിൽ. അങ്ങനെയാണ് ഐഷുമ്മ കരുതിയിരുന്നത്. പക്ഷെ വിധി എങ്ങനെ അറിയില്ലല്ലോ. എന്നാൽ അവൾക്ക്, ഉമ്മ ഞാൻ വിചാരിച്ചത് ഈ വർഷം ഇവിടെ നിന്നിട്ട് അടുത്ത വർഷം മുതൽ കണ്ടിന്യൂ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. മോള് പോയിക്കൊന്നാൽ കേട്ടോ. പിന്നെ ഒരിക്കലും മോളെ ഞാൻ മോളുടെ ഇഷ്ടത്തിന് പറഞ്ഞേക്കാന്ന്, അങ്ങനെയല്ല, എൻ്റെ ഇഷ്ടത്തിന് എന്നല്ല, മോളുടെ ഇഷ്ടത്തിന്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ വർഷം ഇനി ഇവിടെ നിൽക്കുകയാണോ, ഇനി പഠിക്കാൻ പോവുക, എന്തും ചെയ്യുക. ഒരിക്കൽ പോലും ഉമ്മ നിർബന്ധിപ്പിക്കല്ല, ഒക്കെ മോളുടെ ഇഷ്ടമാണ് കേട്ടോ. പോകുകയാണോ, വരിക, നിൽക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊന്നും പറയാൻ ഉമ്മക്ക് അർഹതയില്ല കേട്ടോ. ഉമ്മ അങ്ങനെ പറയില്ലേ, നിങ്ങളെൻ്റെ ഉമ്മല്ലേ. മോളെ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എന്തൊക്കെ തന്നെയല്ലോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. മോളെന്തായാലും ഇക്കാക്കയോട് കാര്യങ്ങൾ തുറന്നു പറയാം, എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് എന്താ ചെയ്യാം കേട്ടോ. അങ്ങനെ അവൾ ഇക്കാക്കയോട് കാര്യങ്ങൾ തുറന്നു പറയുവാൻ വേണ്ടി ഒരുങ്ങുന്നു.
ഏതായാലും നേരം വെളുക്കട്ടെ. മോളെ നല്ലോണമാണ് മൂടിപ്പോയി ചൊറങ്ങി. തണുപ്പ് ഏറണ്ട മോളെ, ഒന്ന് കുറക്കണോ? ഉമ്മ അങ്ങനെയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഉമ്മക്ക് ഏറണ്ടോ? ഞാൻ കുറച്ചോളാം. മോളെ ഇപ്പം ഇല്ലേ, കുറച്ച് കഴിഞ്ഞിട്ടാണ് കുറഞ്ഞോളും. അല്ല അപ്പം എന്താ കാട്ടുക? ഉമ്മ സത്യം പറഞ്ഞാൽ അവൾക്കന്ന് ഉറക്കം വരുന്നില്ലായിരുന്നു. എന്താ മോളെ നീ തിരിഞ്ഞും മറിഞ്ഞും കിടക്കണത്? ഇങ്ങോട്ട് പോരും ഉമ്മാൻ്റെ ഒപ്പം കട്ടുമ്മക്ക്. ഇവിടെ എത്രങ്ങാനും സ്ഥലമുണ്ട്, ഇങ്ങോട്ട് പോന്നാളെ. ഉമ്മ ഞാൻ ഇവിടെ കിടന്നോളാം ഉമ്മ. എന്താ മോളെ നിനക്കൊരു പൊറുതിയേട്? ആയത്തിൽ കുറിച്ച് ചെല്ലിക്കാണ്ട് തലയിൽ കൂടെ അങ്ങനെ ഊതിക്കോട്, അപ്പം കണ്ട് മാറിക്കോളും. ഇങ്ങോട്ട് കൊണ്ട് ഞാൻ ചെല്ലി ഊത്തരാം. അപ്പോൾ തന്നെ ആയുഷും അത് ആയത്തിൽ കുറിച്ച് ഊതിയിട്ട് അവളുടെ തലയിലൂടെ ഇങ്ങനെ ഊതി കൊടുക്കുന്നു. മോളെ ഏതായാലും നേരം വെളുത്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. മോൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും ഇതിലേക്ക് വരരുത് കേട്ടോ. അങ്ങനെ അത് ആയുഷുമ്മയും അവളും അവിടെ കിടന്നുറങ്ങുന്നു. ആയുഷുമ്മയുടെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവളുടെ വിവാഹം അത് എന്തൊക്കെയോ മനസ്സിൽ അങ്ങോട്ട് ഓർത്തുപോയി. പക്ഷേ പെട്ടെന്ന് അവളുടെ മറ്റൊരാളുമായി വിവാഹം എന്നൊക്കെ പറയുമ്പോൾ അതും നല്ല ടെൻഷനുള്ള കാര്യം തന്നെയാണ്. ഏതായാലും അല്ലാഹ് ഹൈറായത് നീ കൊടുക്ക് റഹ്മാനെ, അവൾക്ക് ഹൈറായ ജീവിതം കൊടുക്ക് റഹ്മാനെ, ആമീൻ. ആയിഷുമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്തൊക്കെ തന്നെയായാലും പിറ്റേന്നും പുലർച്ചെ തന്നെ അതാ നമ്മുടെ മിസ്രി അടുക്കളയിലെത്തുന്നു. എന്നാൽ നുസൈബയും ഓടിയെത്തി. അതാ ഇന്ന് ക്ലാസ്സിന് പോകേണ്ട ദിവസമാണ്. ഇത്ത നിങ്ങൾ കുഞ്ഞിൻ്റെ കാര്യം നോക്കിക്കോളി, അപ്പോൾ തന്നെ കിച്ചൺ വർക്കൊക്കെ ഞാൻ കുറേയൊക്കെ ചെയ്തോളാം. മോളെ അത് വേണ്ട, ഞാനൊക്കെ ചെയ്തോളാം മോളെ, നിന്നെക്കൊണ്ട് ഇങ്ങനെ ജോലി എടുപ്പിക്കുന്നത്. സത്യമായിട്ടും ഞാനിവിടെ നിൽക്കുമ്പോഴൊന്നും കൊണ്ട് പേടിക്കണ്ട, കുട്ടീൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഒന്നും പേടിക്കണ്ട, ഞാൻ ചെയ്തോളാം. ഇത്ത പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങിക്കോ. മോളെ എന്തൊരുങ്ങാന്, അതൊന്നുമില്ല. അതിനു മുമ്പ് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മോളെ ഈസിയാവും. പിന്നെ കുഞ്ഞിനെ ഇട്ടിട്ടല്ലേ പോകുക. അങ്ങനെ അതാ നുസൈബയും അവളും ഓരോ ജോലികളിൽ ഏർപ്പെട്ടു. എന്നാൽ ഈ സമയം അന്ന് ഫസീലയുടെ ആങ്ങള പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അന്ന് ഷമ്മാസും അവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഫസീലയുടെ ആങ്ങളുടെ അടുത്തേക്ക് നമ്മുടെ ഷമ്മാസ് അവനിരിക്കുന്ന സെഫിലേക്ക് നീങ്ങിയിരുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് അവൻ അത് കണ്ടത്. ആ ഷാമോൻക, നിങ്ങൾ എന്തടാ ഇന്നിപ്പോൾ ഈ പള്ളിയിലേക്ക് വന്നത്? മറ്റേത് അവിടെയുള്ള ചെറിയ പള്ളിയിലേക്കാണല്ലോ. അല്ല, ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ നല്ലോണം പെട്ടെന്ന് ഉത്തരം കിട്ടും എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോഴേ ഞാനിങ്ങോട്ട് വന്നതാണ്. ആഹാ, നിനക്കും ഉണ്ടടാ അതൊക്കെ. അന്ന് നിസ്കാരം കഴിഞ്ഞ് കുഞ്ഞുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു ഷമ്മാസ്. ഷമ്മാസ് ചോദിച്ചു, കുഞ്ഞു ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ അതിന് കറക്റ്റ് മറുപടി പറയോ? എന്താണ്? അല്ല നീ പറ. ശരിക്കും കുഞ്ഞു ഭയന്ന് വിറച്ചു. അവനാകെ ടെൻഷനായി, അവനാകെ വേർത്തു. ഈ AC ഉള്ള പള്ളിയിലായിട്ട് പോലും നീ ഇത്രമാത്രം വേർക്കുന്ന എന്താടാ? അത് എനിക്ക് എന്നോടെല്ലാം തുറന്നു പറയണം. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ. എന്തേക്കാ? ശരിക്കും അവർ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. അവനാകെ പേടിച്ചിട്ടുണ്ട്. ഷാമോൻക അല്ല നീ എന്തിനാ ഭയപ്പെടുന്നത്? ഒന്നും കൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാനാണ്. സത്യം പറ, നിനക്ക് മിസ്രിയോട് ഇഷ്ടമുണ്ടോ? എന്നാൽ അത് കേട്ട അവൻ ഭയന്ന് വിറച്ചു. അത് ഷാമോൻക ഞാൻ അറിയാതെ എനിക്ക് അതിനെന്താ നോ പ്രോബ്ലം, കുഴപ്പമില്ലല്ലോ ഷാമോൻക. അത് എനിക്ക് ഞാൻ അറിയാതെ എന്താ എനിക്ക് പറ്റിയ അറിയില്ല. ആ നിനക്ക് സത്യം പറ, അവളോട് ഇഷ്ടമുണ്ടോ, മുഹബത്തുണ്ടോ? എന്നാൽ അത് കേട്ടപ്പോൾ അല്പം ആശ്വസിച്ചു അവന്. കാരണം അതായത് റബ്ബേ എൻ്റെ ഭാഷയൊക്കെ മനസ്സിലാകുമോ എന്നുള്ളൊരു ടെൻഷനും കൂടി ഉണ്ടായിരുന്നു അതിൽ. അവനെ കൊണ്ട് പറയുന്ന രീതിയിൽ പറഞ്ഞൊപ്പിച്ചു. എനിക്ക് അങ്ങനെയൊന്നുമില്ല, പക്ഷേ കണ്ടപ്പോഴേ ചിലപ്പോൾ അറിയാതെ എനിക്കറിയുന്നില്ല എന്താ പറയുന്നത്. എന്താടാ നീ ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ഒന്നെങ്കിൽ കറക്റ്റായിട്ട് പറയാം, അതല്ലെങ്കിൽ വേറെ വല്ലതും പറയാം. എന്താ നീ ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണല്ലോ സംസാരിക്കുന്നത്? എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് പറഞ്ഞു, മോനെ നീ ഒന്നും ടെൻഷനാണ്ട, എല്ലാം മനസ്സ് റിലാക്സായിട്ട് നീ എന്നോട് പറ. റിലാക്സായിട്ട് നീ എന്നോട് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അതിൻ്റേതായ രീതിയിൽ അവതരിപ്പിച്ചോളാം. നിൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് എന്നെ കണ്ടാൽ പോലെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ നിൻ്റെ ജ്യേഷ്ഠനാണ് കേട്ടോ. ഇൻഷാ അല്ലാ നിനക്ക് എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയാം. നീ ഒന്നും
വിചാരിക്കേണ്ട, പേടിക്കേണ്ട കേട്ടോ. എൻ്റെ പൊന്ന് മോനല്ലേ, എന്തും എന്നോട് പറയാൻ പറ്റുന്ന ഒരു തുറന്ന പുസ്തകമാണ് ഞാൻ. എന്തും പറയാം, ഒരു രഹസ്യമില്ല നമ്മുടെ സിൽവാനെ കുറിച്ചും അവിടുത്തെ നമ്മളെ ഷോപ്പിനെ കുറിച്ച് എന്തൊക്കെ തന്നെയാണെങ്കിലും അതെല്ലാം തുറന്നു പറയാം, ഒന്നും മറ വേണ്ട. എന്നാൽ ഈ സമയം നമ്മുടെ കുഞ്ഞു അതാ അവനോടെല്ലാം തുറന്നു പറയുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഒരു പക്ഷേ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഷമ്മാസ് എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ഭയവും ഉണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. കുഞ്ഞുവിന് സമ്മതമായത് അവൻ പറയുമോ? പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വിവാഹം നടക്കുമോ? അതിന് ആങ്ങളെ വാഫി ഉസ്താദ് സമ്മതിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് കുറച്ച് ലേറ്റായി കഥ ഇടാൻ. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിനിടയിൽ അറിയാതെ എന്തൊക്കെയോ ഉറക്കത്തിലൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ റീ എഡിറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരനോടൊന്ന് ക്ഷമിക്കണം. കാരണം ഞാൻ ഇങ്ങനെയല്ല റെക്കോർഡ് ചെയ്യാറുള്ളത്. ഞാനിങ്ങനെ പിക്ചർ ഇത് വെച്ചിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ കൊടുക്കലാണ്. പക്ഷേ ഇതിപ്പോൾ നേരിട്ട് അങ്ങനെ ചെയ്ത് പറഞ്ഞതാണ്. അപ്പോഴാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട് ഈ ഒരു സമയത്ത് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും ഇന്നത്തെ കഥയിൽ. എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ. ഇൻഷാ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പൊന്നും എല്ലാ കൂട്ടുകാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. കാരണം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കെങ്കിലും ചെയ്യണം. കാരണം ഇന്ന് നിങ്ങൾക്ക് ശരിക്കൊരു കറക്റ്റ് ഇത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ സൗദ വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മിസ്രി അവിടെ നിന്ന് ഇറക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗദ കുറച്ചും കൂടി അവിടെ തന്നെ നിൽക്കട്ടല്ലേ. എന്തൊക്കെ തന്നെ ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.